നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ ഉദ്ദേശം നമ്പർ സിസ്റ്റത്തിലെ ഒരു ഭാഗം എടുക്കാനാണ്. നമ്പർ സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് ക്വസ്റ്റ്യൻ. 25നെ 24 കൊണ്ട് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എത്ര? എന്താ ചോദ്യം? 25നെ 24 കൊണ്ട് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എത്ര? നമുക്ക് മനസ്സുകൊണ്ട് തന്നെ ചെയ്യാട്ടോ. എന്താ ഉദ്ദേശിച്ച്? 25നെ 24 കൊണ്ട് ഹരിച്ചാൽ വരുന്ന റിമൈൻഡർ, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ആലോചിക്കൂ, 25 ഹരിക്കണം 24, ഒരു പ്രാവശ്യം പോയി 24, ബാക്കി വരുന്നത് 1. ക്ലിയർ ആവണുണ്ടോ? അതേമാതിരി തന്നെ ഞാൻ ചോദിക്കുകയാണ്, 25നെ 23 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശിഷ്ടം വരാൻ പോണത് എത്രയാ? 2. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാട്ടോ ഇതിനെ എങ്ങനെയാ മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുക. ശ്രദ്ധിച്ച് കാണാട്ടോ നിങ്ങൾ. 25 ഹരിക്കണം 24, ഹരണബലവും 1. അതേമാതിരി ശിഷ്ടവും വരാൻ പോണത് എത്രയാ? 1. സോ ശിഷ്ടം വരുന്നത് എത്രയാ? 1. ക്ലിയർ? അതേമാതിരി തന്നെ എഴുതി 25നെ 23 കൊണ്ട് ഹരിച്ചാൽ നോക്കൂ, ബാക്കി വരുന്നതല്ലേ ചോദിച്ച്. 25 കഷ്ണമല്ലേ നമ്മുടെ കയ്യിലുള്ളത്, അതിൽ 23 കഷ്ണം കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പൊ ബാക്കി വരുന്നത് എത്രയാ? 2. ക്ലിയർ ആവണുണ്ടോ? ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പൊക്കൂടെ. അതേമാതിരി തന്നെ എഴുതി നോക്കൂ, 15നെ 11 കൊണ്ട് ഹരിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ബാക്കി വരുന്നതല്ലേ ചോദ്യം വരാൻ പോണത്. ബാക്കി വരുന്ന ശിഷ്ടം എത്രയാ വരാൻ പോണേ? 4. ക്ലിയർ ആവണുണ്ടോ? സോ ഒരു സംഖ്യ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ശിഷ്ടം പറയാം. ഓക്കെ അല്ലേ? 65നെ 60 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വിൽ ബി 5. സിമ്പിൾ അല്ലേ? പക്ഷേ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണെങ്കിലോ? എന്താണ് ചെറിയ മാറ്റം വരുത്തുകയാണെന്ന് ഉദ്ദേശിച്ചത്? നോക്കൂ, 25 × 26നെ 24 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? 25 × 26 ഗുണിക്കണം. ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണത് എത്രയാ? 650. ആ 650നെ 24 കൊണ്ട് ഹരിച്ച് ശിഷ്ടം കണ്ടെത്തണം. കറക്റ്റ് ആയിട്ട് 648ൽ പോയി ബാക്കി വരുന്ന ശിഷ്ടം 2. നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ കേട്ടോ. നേരെ മറിച്ച് ചെയ്യാതെ കണ്ട് എങ്ങനെയാ ചെയ്യാ? നിങ്ങളൊന്ന് ആലോചിക്കൂ. ഇവിടെ ഈ 25 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. സോ ഇവിടെ ബാക്കി വരാൻ പോണത് എത്രയാ? 1. ക്ലിയർ അല്ലേ? അതേമാതിരി തന്നെ ആലോചിക്കുക, 26 ഉള്ളൂ എന്ന് വിചാരിക്കുക. സോ ഇവിടെ ബാക്കി വരാൻ പോണത് എത്രയാ? 2. ക്ലിയർ അല്ലേ? സോ 1 × 2, സോ 2 ആയിരിക്കും ആര് വരുന്നുണ്ടാവുക? ശിഷ്ടം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഹരിച്ചു നോക്കിക്കോളൂ കേട്ടോ ഉത്തരം ശരിയാണോ എന്നുള്ളത്. ഒരെണ്ണം കൂടി എഴുതട്ടെ, കണ്ടോളൂ. 27 × 28നെ 25 കൊണ്ട് ഹരിച്ചാൽ ക്ലിയർ ആവണുണ്ടോ? നിങ്ങൾ ആദ്യം എന്താ ഉദ്ദേശിക്കണ്ടേ? 27നെയാണ് 25 കൊണ്ട് ഹരിക്കണേന്ന് വിചാരിക്കുക. സോ ഇവിടെ ബാക്കി വരാൻ പോണത് എത്രയാ? 2. അതേമാതിരി 28നെയാണ് ഹരിക്കണേന്ന് വിചാരിക്കുക. ഇവിടെ ബാക്കി വരാൻ പോണത് എത്രയാ? 3. സോ 2 × 3 എന്താ ശിഷ്ടം വരാൻ പോണത്? 6 ആയിരിക്കും ശിഷ്ടം. ശ്രദ്ധിക്കാട്ടോ, അറിയാതെ പോലും ഇത് കൂട്ടി പോവരുത്. ഇവിടെ ചെയ്യണത് 2 × 3, ശിഷ്ടം വരുന്നത് എത്രയാ? 6. ക്ലിയർ ആവണുണ്ടോ പറയണത്? കുറച്ചും കൂടി ഒന്നൊരു വലിയ സംഖ്യയിലേക്ക് കയറുകയാണ് കേട്ടോ. എന്താണ് ഉദ്ദേശിക്കണേ? കണ്ടോളൂ കേട്ടോ. 89 × 108 ഹരിക്കണം 11. ഇങ്ങനെ അട്ടേന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കൂ, നമുക്ക് 89 ആണ് എന്ന് വിചാരിക്കുക. നമുക്ക് മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ 8 വട്ടാണ് പോവുക. 11 × 8 88. ബാക്കിയുള്ളത് 1. നോക്കൂ, 11 × 9 99. സോ ഇവിടെ ബാക്കി വരാൻ പോണത് എത്രയാ? 9. ക്ലിയർ ആയി? ഞാൻ പെക്കപ്പട്ടിയാണ് കേട്ടോ ചെല്ലിയത്. 11 × 9 99. 99 കഴിച്ച അവിടെ ബാക്കി എത്ര ഉണ്ടാവുക? 9. സോ നോക്കൂ, 1 × 9 ശിഷ്ടം വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കട്ടെ. ഇതേമാതിരി ഒന്നും കൂടി അങ്ങോട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ 2019 നടന്ന ഖാദി ബോർഡിന്റെ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഞാൻ പറയണത്. 89 × 108 × 124 ഡിവൈഡഡ് ബൈ 11. ഇതിന്റെ ശിഷ്ടം എത്ര? ക്ലിയർ ആവണുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ. പരീക്ഷ ഹാളിൽ ഇരുന്ന് ഇത് മുഴുവൻ ഗുണിച്ചുണ്ടാക്കി അതിനെ 11 കൊണ്ട് ഹരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നമ്മൾ ഉണ്ടാവുക. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. 11 പെരുക്കപ്പട്ടിക ആലോചിക്കാട്ടോ. 11 × 8 ആണ് 88, ബാക്കി 1.
11 ഇൻറ്റു 9 ആണ് 99. ബാക്കി അവിടെ വരാൻ പോകുന്നത് 9. നോക്കൂ, 11 ഇൻറ്റു 11 121 ആണ്. ബാക്കി വരാൻ പോകുന്ന ശിഷ്ടം 3 ആണ്. ക്ലിയർ ആയോ? ഇനി നോക്കൂ, 1 ഇൻറ്റു 9 ഇൻറ്റു 3 27 ആണ്. ഒരിക്കലും 11 കൊണ്ട് ഹരിക്കുമ്പോൾ 11നേക്കാട്ടും വലിയൊരു സംഖ്യ ശിഷ്ടമായി വരില്ല കേട്ടോ. സോ ഇവിടെ എന്താ വരാൻ പോണേ? 27 ഹരിക്കണം 11. ആലോചിച്ച് നോക്കുക, 2 തവണ പോയി കേട്ടോ, 22. ബാക്കി വരാവുന്ന ശിഷ്ടം എത്രയാണ്? 5. ക്ലിയർ ആയോ? ഇതാണ് ശിഷ്ട സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ഡയറക്റ്റ് ആയിട്ട് ഏത് തരം ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ശിഷ്ടം 11നേക്കാൾ മുകളിൽ വരില്ല. എന്താ ശിഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കിയാണ്. 11 കൊണ്ട് ഹരിച്ചതിന് ശേഷം ബാക്കിയുള്ളത് എപ്പോഴും 11ന് താഴെയായിരിക്കും. ക്ലിയർ ആവണുണ്ടോ ഞാൻ പറയണത്? ഇനി ഇതിലൊരു വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ നിങ്ങള്. ഓക്കെ, ഇത്രയും നേരം ചെയ്തത് മുഴുവൻ വലിയ സംഖ്യകൾ ഇട്ടിട്ടായിരുന്നു കേട്ടോ. എന്താ വലിയ സംഖ്യ എന്ന് ഉദ്ദേശിച്ചത്? ഞാൻ ഇത്രയും നേരം ചെയ്തത് 25നെ 24 കൊണ്ട് ഹരിക്കുകയാണ്. സോ 24നേക്കാൾ വലിയ സംഖ്യയാണ് ഇട്ടെ. ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ചെറിയ സംഖ്യ ഇടാൻ പോവാണ്. 25നെ 26 കൊണ്ട് ഹരിച്ചാൽ, ശ്രദ്ധിച്ചോ നിങ്ങള്, മുകളിൽ ചെറുതാണുള്ളത്. ഒരിക്കലും 26 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഹരിക്കുകയാണെങ്കിൽ തന്നെ ഉത്തരം വരാൻ പോണത് ഡെസിമൽ ആയിരിക്കും. സോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ എന്താ പറയാ? ഹരിക്കാൻ സാധ്യമല്ല, കാരണം 1 കുറവാണ്. സോ നിങ്ങൾ എഴുതേണ്ടത് എന്താ? -1. 1 കുറവാണ്. ക്ലിയർ അല്ലേ? 26നേക്കാൾ 1 കുറവാണ്. അതിനാണ് ഞാൻ -1 എന്ന് എഴുതിയത് കേട്ടോ. സോ ഞാൻ ഇങ്ങനെ എഴുതിയാലോ? 23 ഹരിക്കണം 25. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവണില്ലേ എന്താണ് കുറവുള്ളേ? 2 കുറവാണ്. സോ ഇവിടെ നമ്മൾ എന്താ എഴുതണ്ടേ? -2. ക്ലിയർ ആവണുണ്ടോ പറയണത്? ഡയറക്റ്റ് ആയിട്ട് പോവാട്ടോ. എന്നത് രണ്ടും കൂടി വന്നാലോ? ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പൊ എങ്ങനെ എഴുതി? 23 ഇൻറ്റു 24 ഹരിക്കണം 25 എന്നിട്ടൊന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കാട്ടോ, ഓരോരോ പാർട്ടായിട്ട് ചിന്തിച്ചൂടെ കേട്ടോ. 23ൽ എത്ര എണ്ണം കുറവുണ്ട്? 2 എണ്ണം കുറവുണ്ട്. ദാറ്റ് ഈസ് -2. ക്ലിയർ അല്ലേ? ഇവിടെയോ -1. 2 എണ്ണാണ് കേട്ടോ, 2 സൈഡിലായതുകൊണ്ടാണ് അങ്ങനെ. സോ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, -2 ഇൻറ്റു -1 ഇറ്റ് വിൽ ബി +2. സോ ശിഷ്ടം വരാൻ പോണത് എന്താണ്? 2 ആണ്. എന്താ ഇവിടെ അങ്ങനെ വരാൻ കാരണം? -2ഉം -1ഉം. ക്ലിയർ അല്ലേ? രണ്ടും കൂടി ഗുണിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് വരും. ഇറ്റ് ഈസ് 2. ക്ലിയർ? ഞാൻ പറഞ്ഞത് നേരത്തെ നോക്കൂ, -2 അങ്ങനെയാണ് ഇട്ടിരുന്നത്. ഇവിടെ അത് പോസിറ്റീവായി മാറുകയാണ്. ബിക്കോസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയതുകൊണ്ട്. ക്ലിയർ? ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്യാണ് കേട്ടോ. കണ്ടോളൂ. 24 ഇൻറ്റു 25 ഇൻറ്റു 26നെ 27 കൊണ്ട് ഹരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ ചെയ്യാൻ പോണേ? നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നോക്കൂ, ഇത്രയും മാറ്റി വെച്ചു കേട്ടോ. 24 ആണ് വരുന്നത്. നോക്കൂ, 27നേക്കാൾ എത്ര കുറവാണ്? -3. 3 കുറവാണ്. ഇവിടെ എന്താ വരാൻ പോണേ? -2. ഇവിടെ എന്താ വരാൻ പോണേ? -1. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോണത് -3 ഇൻറ്റു -2 ഇൻറ്റു -1. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇവിടെ 3 മൈനസ് ആണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ആൻസർ വിൽ ബി മൈനസ്. നോക്കൂ, 3 2 6 ഇൻറ്റു 1 6 ഇൻറ്റു 1 6 ആണ് വരുന്നത്. സോ -6 ആണ് ഉത്തരം വരുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, ഇത്രയും വലിയ കാൽക്കുലേഷൻ വരുമ്പോൾ ഒരിക്കലും മൈനസിൽ ഉത്തരം വരില്ല. പക്ഷെ മൈനസ് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതിനേക്കാൾ 6 കുറവായിരിക്കും. 6 എണ്ണം കുറവാണ് എന്നാണ് പറഞ്ഞത്. എന്തിനേക്കാൾ? എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതിനേക്കാൾ 6 കുറവാണ്. സോ ആൻസർ വിൽ ബി 27 - 6 21 ആണ് ആര് വരിക? ശിഷ്ടം. ക്ലിയർ ആവണുണ്ടോ? സോ ഞാൻ തുടങ്ങിയത് എവിടുന്നാണെന്നും ഇപ്പൊ എവിടെയാ നിൽക്കണേന്ന് മനസ്സിലായെന്ന് വിചാരിക്കണോ? ആദ്യം തുടങ്ങിയത് 25/24, പിന്നെ 25 ഇൻറ്റു 26/24. ഇപ്പൊ എന്താ നേരെ തിരിച്ചാണ് ചെയ്തത്. 24 ഇൻറ്റു 25 ഇൻറ്റു 26/27. സോ ഇത്രയാണ് ടൈപ്പുകൾ. ക്ലിയർ? നല്ലോണം വാച്ച് ചെയ്യുക, നല്ലോണം മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം.
ഓക്കെ, ഞാൻ കുറച്ച് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ അതും കൂടി കാണാൻ ശ്രമിക്കുക. ഒരു വെബ്സൈറ്റും കൂടി ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് മാത്സ് പാർട്ട്ണർ എന്ന പേരിൽ. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു എവരി വൺ.